عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين. സർവാധരണീയരായ ബഹുമാനപ്പെട്ട സ്ഥലം ഖതീബ് ഉസ്താദും ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ മിസ്ബാഹി ഉസ്താദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം മദ്ഹ് ചൊല്ലുക തൗഫീഖ് ലഭിച്ച മസ്ഊദ് സഅദി ഉസ്താദ്, ഞങ്ങളെ റായത്തെ ചെറിയ ഉസ്താദ്, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ, മുസ്ലിം ജമാഅത്ത്, SSF, SYS അങ്ങനെ തുടങ്ങുന്ന സംഘ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ട നേതാക്കളെ, കൂട്ടുകാരെ, റായത്തെ ഹിരിയങ്ങളെ നാണ് ധാരാളം സ്നേഹിക്കടെ സഹോദര സഹോദരികൾ, ഉമ്മവെങ്ങന്മാർ, അൽഹംദുലില്ലാഹ് ജലാലിയ റാത്തീബ് 6 തിങ്കൾ കുറുക്ക ഞങ്ങളെ റായത്തിൽ അതിവിപുലമായ രൂപത്തിലു നടന്നുകൊണ്ട് വന്നുകൊണ്ടു അല്ലാഹു തആല ഈ മജ്ലിസ് ഖിയാമത്ത് നാളത്തോളം നിലനിർത്തി തരട്ടെ. സുദീർഘമായിട്ടൊന്നും ചൊല്ലുടങ്കത്തെ ടൈം ഇതല്ല. ദുആ നടത്തിയിട്ട് ഇവിടെ തൻ്റെ തബറുക്കൊന്ന് സ്വീകരിച്ചിട്ട് ഇവിടെ കുറെ പന്തരെല്ലാം കാണ്ട് അതെല്ലാം നല്ല ബലക്കൊന്നെടുത്തിട്ട് വേഗമൊന്നു ഇശാ നിസ്കരിച്ചിട്ട് റാഹത്തോടെ ഔത്തുക എത്തണോ ചൊന്നിട്ട് ആഗ്രഹിക്കിടങ്ങായിട്ട് കിടന്നങ്ങ എല്ലാവരും സീരന്റെ കെട്ട് പൂർത്തിയായിട്ടില്ല. പലക്ക നീട്ടോറുകൊണ്ട് ഇഷാറത്ത് വന്നുകൊണ്ട് ആ ഭാഗത്ത് എന്തും നാണ് കിടക്കില്ലേ. എന്തിനെങ്കിലും മസ്ഊദ് സഅദിയും ഖതീബ് ഉസ്താദും ഈ മജ്ലിസ് നിയന്ത്രിക്കുവാറ്. അൽഹംദുലില്ലാഹ്. നന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നന്റെ ജീവിതത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സന്തോഷത്തെ ടൈമായിട്ട് കിടിയ ടൈം. ഇസ്ലാമുടെ 5 ആധാര സ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് അത് നിർവഹിക്കൂ അല്ലാഹു തആല നക്കും നന്റെ ഔത്ര യജമന്തിക്കും അല്ലാഹു തആല തൗഫീഖ് തന്ന ആ തൗഫീഖ് ഈ ജമാഅത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിലുള്ള സർവ്വ ഉലമാക്കൾക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതൊരു മനുഷ്യനും കൊതിച്ചു പോണ്ടെങ്കത്തെ ഒരു സംഗമമാണ് അറഫയിലെ സംഗമം. ഹജ്ജ് ചൊന്നിട്ട് ഞങ്ങൾ പഠിച്ചറ കേട്ടറ മനസ്സിലാക്കിയറ, പക്ഷെ നേരിട്ട് അനുഭവിക്കുമ്പോ അതുക്ക് റബ്ബ് ഞങ്ങളെ ഖൽബിൽ തണ്ടെങ്കത്തെ സന്തോഷം കയ്യും കണക്കില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളെ സഹകാരികൾക്കും, ഞങ്ങളെ ബന്ധുമിത്രാദികൾക്കും ഞങ്ങളെ ഭക്ഷണ തന്നിട്ട്, ഞങ്ങൾക്ക് സഹകാര തന്നിട്ട്, ഞങ്ങളെ വേണ്ടതുപോലെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും, ഞങ്ങളെ ചങ്ങായിമാരായ ഉലമാക്കൾക്കും കൂട്ടുകാർക്കും അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്ത് ചെയ്യുകയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ജുനൈദ് അസ്ഹരി ഉണർത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മഖ്ബൂൽ മബ്റൂറുമായ ഹജ്ജ് ഉള്ള പ്രതിഫല സ്വർഗം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പളക്ക കളവല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹ്യ് മുഖേന മാത്രം പൽക്ക പറയടങ്കത്തെ റസൂലുള്ളാഹ് തടിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരിക്കലും നാവു ചലിപ്പിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. അതുപോലെ ഒരു ഉമ്മ ഒരു കിടാവുടെ പെത്തെങ്കിൽ
ആ കിടാവ് ഏത് പ്രകാരമാണോ ദോഷത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളത്, ചെറിയ കുഞ്ഞി, ഐക്കൊരു കടുകുമണിയുടെ ദോഷം പോലുമില്ല, അത് പ്രകാരമാണ് ഹജ്ജ് മഖ്ബൂൽ മബ്റൂറായവരെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു. ഹാജിമാരുടെ പ്രാർത്ഥനക്ക് വലിയ പ്രതിഫലമുണ്ടോണ്ട് മഹാന്മാരായ അയിമ്മത്ത് ഞങ്ങൾക്ക് പഠിപ്പാട്ടിരാർ. ഇതെല്ലാം ചൊല്ലുടെ നന്റെ പവർ അറിയിക്കുകയല്ല, പക്ഷേ ഇത്തരത്തിലുള്ള അമലുകൾക്ക് അള്ളാഹു വലിയ സ്ഥാനമാനം കൊടുത്തുറ ആയതുകൊണ്ട് നന്റെ പലക്ക കേക്കരെ എല്ലാ റായത്തോ കൂട്ടുകാർ ഹജ്ജൊന്നു നക്കാക്കണോണ്ട് മനസ്സിലൊന്ന് കരുതണം. നാണ് ഹജ്ജിക്ക് പോണുക ഉദ്ദേശിച്ചപ്പോ നേരിട്ടിട്ട് നാണ് പോയത് നന്റെ ഉസ്താദുമാരെ മുന്നൊല്ലു. അങ്ങനെ കാലടിൽ തെച്ചിട്ട് ഇങ്ങനെ നക്കൊരാഗ്രഹം ഉണ്ടോണ്ട് ചെന്നപ്പോ തലക്ക് കൈവച്ചിട്ട് ദ്വാർന്ന് തന്നു. അൽഹംദുലില്ലാ, നീന് നല്ലോണം ദ്വാർക്കണു, അല്ലാഹു തആല തെറു സുലഭാക്കി തരുകൊണ്ട് ഞങ്ങളെ ഉസ്താദുമാർ ചൊന്നാറ്, ദ്വാർന്ന് തന്നാറ്, ആശീർവദിച്ച് തന്നാറ്. നന്റെ ഹജ്ജിക്ക് പോയിട്ട് ബണ്ടടുത്തോളമുള്ള നന്റെ ഏറ്റവും വലിയ ആയുധം ദുആ മാത്രമായിട്ട് കിട്ടും. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യരുടെ ഏറ്റവും വലിയ വജ്രായുധം ദുആ ആണ്. ഞാനൊരു ചെറിയ ഹദിയ ജമാഅത്തരംഗ തണ്ടത് സ്വീകരിച്ചിട്ട് കുടുംബം പോറ്റുന്ന ആള്, ലക്ഷക്കണക്കിൽ ചെലവ് ബണ്ടെങ്കത്തെ ഹജ്ജ് കർമ്മം നിർവഹണാക്കി ബണ്ടേണ്ട് ചൊല്ലത് പൈസ ഇന്നത് കൊണ്ടൊന്നുമല്ല, റബ്ബിന്റെ തൗഫീഖാണ്. ആ തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആ തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും തരട്ടെ. പരിശുദ്ധമായ ഉംറത്തുക്ക് പോയിണ്ടെങ്കിൽ ചെറിയ ടൈം ഒരു 4 ഞങ്ങൾ റായത്തുക്ക് എത്തണം. ഇതങ്ങനല്ല, 8 മദീനത്തിലെ ദച്ചിട്ട് ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയും ഖത്മുൽ ഖുർആൻ നടത്തുകയും മുത്തായ തങ്ങളെ മുട്ട പോയിട്ട് സ്വലാത്തും സലാമും ചൊല്ലുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ടുണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ടുണ്ടു. അതുപോലെ മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, നന്റെ ഖബറും മിംബറിന്റെ ഇടയിലുള്ള ജാഗ സ്വർഗ്ഗാണ്ട് മുത്തായ തങ്ങൾ ചൊന്നെങ്കത്തെ ജാഗ അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു റക്അത്ത് നിസ്കാരത്തിക്ക് 1000 റക്അത്ത് പുണ്യമുള്ളെങ്കത്തെ വലിയ മസ്ജിദുൻ നബവിയുണ്ട്. ജമാഅത്തിക്ക് വലിയ ശ്രേഷ്ഠതയുള്ളെങ്കത്തെ പള്ളി അൽഹംദുലില്ലാഹ്. അങ്ങനെ തുടങ്ങുന്ന മസ്ജിദുൻ നബവിയിൽ ദക്കണുകും പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലേക്ക് പോയിട്ട് സുബ്ഹാനല്ലാഹ് മതാഫുൽ ദച്ചിട്ട് ആ മതാഫിലെ കഅബത്തെ ചുറ്റുഭാഗത്തുള്ള ജാഗ് അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചെങ്കിൽ 10 കോടി റക്അത്തിന് പുണ്യമുണ്ട്. അതിരാണ്ട് യാറ ഉണ്ട് ചൊന്ന അയിമ്മത്തുള്ളാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുമ്പോൾ കോടിക്കണക്കിന് റക്അത്തിന് പുണ്യം ലഭിക്കണമെങ്കിൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ കഅബ, ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദരെയും കഅബത്തെ ബായിലിടയിലുള്ള മുൽതസം, അവിടെ ദുആനെങ്കിൽ ഇജാബത്ത് ഉറപ്പാണ്. ബാബുൽ കഅബ, ഹിജ്ർ ഇസ്മായിൽ, റുക്നുൽ യമാനി, റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാം, റുക്നുൽ അസ്വദ്, കഅബത്തെ 4 മൂലങ്ങ, മഖാം ഇബ്രാഹിം, മതാഫ്, മസ്ജിദുൽ ഹറാം, സഫ, മർവ, അതുപോലെ അറഫ, മുസ്ദലിഫ, മിന, ജംറ, ഇതെല്ലാം എന്റെ കണ്ണിൽ കണ്ടുകൊണ്ടുണ്ട്. ഇതെല്ലാം ദുആക്ക് ഇജാബത്തുള്ള ജാഗ. ലക്ഷക്കണക്കിലുള്ള ഹാജിമാരെ വലിയ അകമ്പടിയോടെ സ്വീകരിക്കണമെങ്കിൽ സൗദി ഗവൺമെന്റ് ഞങ്ങൾ വലിയ രൂപത്തിൽ പ്രശംസിക്കണം. സുബ്ഹാനല്ലാഹ്, ഈ വർഷം 1.25 ലാഖ് പോലീസുമാരെ നിയമക്കാക്കിയിട്ട് ഹാജിമാർക്ക് ഒരുക്കിയെങ്കത്തെ സൗകര്യം ചെറുതല്ല. പണ്ടല്ല ഹജ്ജാക്കുക വലിയ കഷ്ടം, ഇപ്പൊ നല്ല സുലഭ. ഓരോരോ ദേശത്തെ ഓരോരോ കൺട്രിയുടെ ആളുമാരെ ടെന്റ് ഇട്ടിട്ട് ഓരോരോ ഗേട്ടിലെല്ലാം ബന്ധാക്കിയിട്ട് വെയിലിൽ ചമ്മ പോയിട്ട് തലതിരിഞ്ഞിട്ട് മരിക്കണമെങ്കത്തെ വ്യവസ്ഥ എന്തും ആക്കാണ്ട് നല്ല ടെന്റ് വ്യവസ്ഥ ആക്കിയിട്ട് നല്ല സൗകര്യമാണിപ്പോ സൗദി ഗവൺമെന്റ് ഹാജിമാർക്ക് ഒരുക്കി കൊടുക്കൂടെ. സുബ്ഹാനല്ലാഹ്, അവിടെ പോലീസുമാർ ഞങ്ങളെ റായത്തെ പോലത്തെ പോലീസുമാരെന്തുമല്ല, ളുയൂഫുർ റഹ്മാൻ. യാ അല്ലാഹ്, ഹാജി ളുയൂഫുർ റഹ്മാൻ,
റഹ്മാനായ റബ്ബുടെ ബിരുന്ദകാറുണ്ട് ബിൽജിട്ട് ഞങ്ങളെ വലിയ സ്വീകാരാക്കിടങ്കത്തെ പോലീസുമാർ. അൽഹംദുലില്ലാഹ്, ആ ഗവൺമെന്റ് അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ ബാംഗ്ലൂരിനെ കടത്തിയിട്ട് ബാംഗ്ലൂർക്ക് ബണ്ട് കൊടുത്തോളാം. വലിയ ഒരു സൗകര്യമാണ് ഞങ്ങളെ കർണാടക ഗവൺമെന്റ് ഞങ്ങൾക്ക് അവിടെ ഒരുക്കി തണ്ടേ. ആളുമാർ വാട്സപ്പിൽ പലതും ചൊല്ലുവാർ. അൽഹംദുലില്ലാഹ്, യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വിഷമം പോലും എടുത്തു ചൊല്ലെങ്കിൽ എത്ര ഞങ്ങൾക്ക് ആയിട്ടില്ല. അതുക്ക് ഒരു കാരണ ഈ ബാലക്കാരായിട്ട് ടൈമിൽ ആയതുകൊണ്ട് നന്റെ റായത്തോ നന്റെ കൽബ് കൊണ്ട് സ്നേഹിക്കട നന്റെ റായത്തങ്ങളൊട്ടിಗೆ നന്റെ ഉസ്താദുമാരൊട്ടിಗೆ കൂട്ടുകാരൊട്ടിಗೆ നക്ക് ചൊല്ലുകൊള്ളത് അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് നക്ക് ചൊല്ലുകൊള്ളത് ഇപ്പമേ നക്ക് ഹജ്ജാക്കൊണ്ടുള്ള ആശ എല്ലാരെ കൽബുൽ വേണം. വയസ്സായില് പിന്നെ ഗണ്ട കണക്കിൽ ചിലപ്പോ നിൽക്കേണ്ടി വരും, തളർന്നു ബൂൾഡാറ്. അതുപോലെ തന്നെ ബോധം തപ്പിപ്പോണ്ടു, വെയിലില് ധാരാളം കിലോമീറ്റർ നടക്കണു. അപ്പല്ലത്തെല്ലാം പ്രായമായി പോയെങ്കിൽ അതെല്ലാം തരണം ചെയ്യുക പ്രയാസമായി പോകും. അയക്ക് തക്കത്തെ താങ്ങുകൊള്ള നല്ല ബാലക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള സമയത്ത് പോയെങ്കിൽ നമുക്ക് അവിടെ ധാരാളം ഖത്മുൽ ഖുർആൻ തീർക്കാം, ധാരാളം ഉംറകൾ ചെയ്യാൻ പറ്റും. ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അമൽ നല്ല ഉന്മേഷത്തോടെ ചെയ്യുകയുള്ള തൗഫീഖ് ആ ഒരു അവസരം നമുക്ക് കിട്ടേ. അല്ലാഹു തആല ഞങ്ങളെ ആഫിയത്തും ആരോഗ്യമുള്ള സമയത്തെ അതുക്കുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നാണും നിന്റെ പെഞ്ഞായും അതുപോലെ തന്നെ ഈ വർഷം 20 ലക്ഷത്തോളം ആളുമാർ ഇന്നാറുണ്ടായിട്ട് ന്യൂസിലൂടെ നമുക്ക് കേൾക്കുക സാധ്യ. അവിടെ എല്ലാ ഹാജിമാരുടെ ഹജ്ജ് കർമ്മങ്ങൾ അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സിയാറത്ത് അല്ലാഹു മർളിയാക്കി തരട്ടെ. അതുപോലെ ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട ആളുമാർ ഞങ്ങൾ സേവനാക്കിയോണ്ടുള്ളേ ആ ജമാഅത്തിൽപ്പെട്ട ആളുമാർക്കും ഞങ്ങൾക്ക് ഭക്ഷണം തന്നങ്ങ, ഞങ്ങൾക്ക് സ്നേഹം തന്നങ്ങ, ഞങ്ങൾക്ക് സഹായ ഹസ്ത തന്നങ്ങ, അതുപോലെ തന്നെ ഞങ്ങളൊട്ടിಗೆ ദുആ കൊണ്ട് വസിയത്ത് ചൊന്നങ്ങ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറാത്തുകളും ബറകാത്തുകളും നൽകി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറത്തും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ നാണ് മദീനത്തിലിക്കുമ്പോ നല്ല ഭക്ഷണം തന്ന സുലൈമാൻ ഹാജി, അതുപോലെ തന്നെ നാണ് മക്കത്തിലിക്കുമ്പോ നന്റെ ഇടബലത്തിൽ നന്റെ പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്ത് ബഹുമാനപ്പെട്ട അൽ ഹാജി ഉമറുൽ ഫാറൂഖ് ഹനീഫി, അതുപോലെ ഞങ്ങൾക്ക് ആരല്ല സഹായിയായിട്ട് നിൻറാറ, സഹകാരിയായിട്ട് നിൻറാറ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പടച്ചവനെ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട എല്ലാവർക്കും നേരത്തെ ഇവിടെ പറയപ്പെട്ട ഓരോരുത്തർക്കും നീ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ ഹജ്ജ് നീ മഖ്ബൂലും മബ്റൂറാക്കണേ അല്ലാഹ്. നമ്മുടെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. മസ്ഊദ് സഅദിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് യാത്ര, അതുപോലെ തന്നെ പല ആളുകളും ഇവിടെ ഉദ്ദേശിക്കുന്നവരുണ്ടായേക്കാം. എല്ലാവർക്കും നീ നല്ല സഹലായ രൂപത്തിൽ, ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ അതിന് വേണ്ടുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും സാമ്പത്തികമായ ഭദ്രതയും നീ നൽകി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹജ്ജിന്റെ അമാലുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് ബന്ധപ്പെട്ട സർവർക്കും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി സംഭവിച്ച സർവ്വവിധ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ കണ്ണുകൊണ്ട് നല്ലത് കാണാനും, നമ്മുടെ കാതുകൊണ്ട് നല്ലത് കേൾക്കാനും, നമ്മുടെ കരങ്ങളെ കൊണ്ട് നല്ലത് പിടിക്കാനും നല്ലത് സ്പർശിക്കാനും, നമ്മുടെ കാലുകളെ കൊണ്ട് നല്ലതിലേക്ക് നടന്നു നീങ്ങാനും, നമ്മുടെ നാവ് ഖുർആൻ ഓതാനും ദിക്ർ തസ്ബീഹ് സ്വലാത്തുകൾ ചൊല്ലാനും ഇൽമു പഠിപ്പിക്കാനും പറയാനും പടച്ചവനെ അത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ മനസ്സ് നല്ലതിലേക്ക് നീ തിരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലേക്ക് തിരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ചും നമ്മുടെ
ജുനൈദ സഹരി, നമ്മുടെ ഉബ്ബിയുടെ ഉമ്മ, നമ്മുടെ ബലിയക്കയുടെ ഭാര്യ ഖദീജ ഉമ്മാക്ക് സുഖമില്ല. റബ്ബേ, ആ സഹോദരിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗികളാണ്, പ്രയാസമുള്ളവരാണ്, വാർദ്ധക്യം കാരണത്താൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. സർവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്, നിന്റെ കാമിലായ ഹിഫ്ളും ഹിമായത്തും നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ പള്ളി മൈതാനിയിൽ മറപ്പെട്ട് കിടക്കുന്ന എത്രയോ നമ്മുടെ കുടുംബങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. പ്രത്യേകിച്ചും റബ്ബേ, ഈ അടുത്ത് നമ്മുടെ വക്കത്തൂരിൽ നിന്ന് മരിച്ചുപോയ കൂട്ടുകാരൻ ഉൾപ്പെടെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. മജ്ലിസിന്റെ മിസ്ൽ സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിപ്പിച്ചു കൊടുത്ത് അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രായമെത്തിയ പെൺമക്കൾക്ക്, ആൺമക്കൾക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ നാട്ടുകാരായ കൂട്ടുകാരാണ് നമ്മുടെ മുന്നിലുള്ളത്, എന്റെ നാട്ടുകാരായ സഹോദരികളാണ് താഴെ നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നീ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാ, ഗളബ്, ശഹ്വത്ത്, അമൽ, ഹിർസ് തുടങ്ങിയ ഖൽബിയായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ നീ സലാമത്താക്കണേ അല്ലാഹ്. നമ്മളെ നീ റോഡ് അപകടത്തിൽ പെടുത്തരുത് അല്ലാഹ്. നമ്മളെ നീ പെട്ടെന്ന് മരിപ്പിക്കരുത് അല്ലാഹ്. നമുക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ഇബാദത്തിന് തൗഫീഖ് ലഭിക്കുന്ന രൂപത്തിലുള്ള ആയുസ് നമുക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധ റൗള കാണാനും, പരിശുദ്ധമായ മുത്തായ തങ്ങളെ ദർബാറിലെത്താനും, പരിശുദ്ധമായ മതാഫിലെത്താനും, നിന്റെ കഅബത്തുൽ മുശറഫ കൺകുളിരെ കണ്ട് സന്തോഷിക്കാനും ധാരാളം സുജൂദുകളെ കൊണ്ട് റബ്ബേ നിന്റെ അടുക്കൽ വന്ന് റബ്ബേ ധാരാളം സുജൂദുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് പലവട്ടം പല അവസരങ്ങളിലായി നീ അവസരം നൽകി. പടച്ചവനെ, നീ നമ്മുടെ ഖബൂലിയത്തുള്ള ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ തഅല്ലുമ തഅലീമുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ ഈ ബോവ് ജമാഅത്തിൽപ്പെട്ട നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന SSFന്റെ ചെറുപ്പക്കാർക്ക് റബ്ബേ നീ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകണേ അല്ലാഹ്. ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ കൂട്ടുകാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ റഊഫിനിക്ക് നല്ല ഒരു സജ്ജീകരണം നമ്മുടെ നാട്ടിലെ കൂട്ടുകാർ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സഹകരണങ്ങൾ ചെയ്തവർക്ക് നീ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا بأنواع رحمتك يا أرحم الراحمين. അവസരം തന്ന SSFന്റെ പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ദുആയിലേക്കും അനുബന്ധ ചടങ്ങിലേക്ക് കടക്കും. അസ്സലാമു അലൈക്കും.